എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഹൈ ഓപ്പണിംഗ് ആയിരുന്നു, അതിന് ശേഷം പിന്നെ താഴോട്ടായിരുന്നു. ഏകദേശം 60-70 പോയിൻ്റ് എനിക്കൊന്ന് പ്ലസ് വന്നായിരുന്നു തോന്നുന്നു. അതിന് ശേഷം ഇത് കണ്ടില്ലേ, R1 റേഞ്ച് തന്നെ കട്ട് ചെയ്ത് താഴെ പോയി. മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി സെയിം, ബാങ്ക് നിഫ്റ്റി സെയിം, അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ട്രേഡായി പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു തുടർച്ച ഇന്ന് കിട്ടിയില്ല. പക്ഷേങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഇന്നത്തെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ട് കയറി പോകാൻ ചാൻസ്, കുറച്ചുകൂടെ മുകളിലോട്ട് കയറാനൊരു ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. വോളറ്റിലിറ്റി ഇൻഡെക്സ് ഒക്കെ ഒത്തിരി ഹൈ ആണ്. അപ്പം ഹെവി വോളറ്റിലിറ്റി മുകളിലോട്ടും താഴോട്ടും കാണും. അപ്പം ബൈയിങ്ങിലും സെല്ലിങ്ങിലും നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് ലോസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ട്രേഡ് എടുക്കുക, നല്ല രീതിയിൽ നോക്കി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് എടുക്കുക. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം സ്ട്രാറ്റജിയാണ്. പിന്നെ നമ്മുടെ മൈൻഡ് കൺട്രോളിൻ്റെ ഒരൊറ്റ കുഴപ്പമാണ് ആൾക്കാർക്ക് കൂടുതൽ ലോസ് വരുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കണ്ടിന്യൂസ് 10-15 ദിവസം പ്രോഫിറ്റ് എടുക്കുക. അതിനുശേഷം ഒരു ദിവസം ലോസ് ആയി കഴിയുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ലോസിലോട്ട് പോകും. അതിന് മെയിൻ കാരണം ഒരു ദിവസം ലോസ് വരുമ്പം അടുത്ത ദിവസം ട്രേഡിന് വരുമ്പോൾ ആ പഴയ ലോസും മനസ്സിൽ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും കവർ ചെയ്യണം എന്നുള്ളൊരു ഇതാണ്, വെപ്രാളമാണ്. അതിപ്പോൾ തലേ ദിവസത്തെ ലോസ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എൻട്രി കിട്ടുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കയറ്റി എൻട്രി ചെയ്ത് വീണ്ടും ലോസ് ആകും. അപ്പം കൂടുതൽ ടെൻഷനാകും. പിന്നെ അടുത്ത ദിവസം വീണ്ടും ഈ 2 ദിവസത്തെ ലോസ് മനസ്സിൽ വെച്ചുകൊണ്ട് വരും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം ലോസ് വന്നാൽ ഓക്കെ, നമ്മൾ 10-15 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം പ്രോഫിറ്റ് എടുത്തതിന് ശേഷം ഒരു ചെറിയ ലോസ് വന്നാൽ ഓക്കെ, അത് പിന്നെ 1-2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ട്രേഡ് എടുത്ത് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക. നമ്മളൊരു ലെവലും ഇല്ലാതെ ട്രേഡ് എടുക്കരുത്. നമ്മൾ ഇപ്പോൾ ഒരു 30,000 രൂപ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ട് നമ്മൾ ഒരു 15,000 രൂപയുടെ റിസ്കേ എടുക്കാവൂ. ഒരു 50% റിസ്കേ പ്രോഫിറ്റിൻ്റെ എടുക്കാവൂ. നമ്മൾ മോർണിംഗിൽ ഒരു ട്രേഡ് എടുത്തു, അതിനകത്ത് ഒരു 1000 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അടുത്ത ട്രേഡിൽ നമ്മൾ 1000 കൊണ്ട് കളയാൻ വേണ്ടിയല്ല ട്രേഡ് എടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം ഒരു 500 രൂപ മാക്സിമമേ പോകാവൂ. അതിനനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത ട്രേഡ് എടുക്കാൻ വേണ്ടി. പ്രോഫിറ്റ് കിട്ടിയാൽ ഓക്കെ, അപ്പോൾ നമുക്ക് ഇച്ചിരി റിസ്ക് കൂട്ടിയെടുക്കാം. ഇപ്പോൾ 1000 രൂപ പ്രോഫിറ്റ് രണ്ടാമത്തേനകത്ത് ഒരു 500 രൂപയുടെ കിട്ടി, 1500 കിട്ടിയെങ്കിൽ നമുക്ക് 750 രൂപയുടെ റിസ്ക് എടുക്കാം. 750 രൂപ ലോസ് വന്നാൽ നമ്മൾ നോർമൽ ചെയ്യുന്ന ട്രേഡിങ് രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്ത് നോക്കുക. ഈ ലോസ് വരുമ്പോഴത്തേനും നമ്മുടെ മൈൻഡും വ്യത്യാസമാകും. അപ്പോൾ ചെറിയ ട്രേഡ് എടുത്ത് പിന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, പെട്ടെന്ന് കിട്ടും. അത് 2-3 ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും കോൺഫിഡൻസ് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നോർമൽ രീതിയിൽ ചെയ്യാൻ പറ്റും. എപ്പോഴും റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക. എന്നാൽ പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധം അതാണ്, ലോസ് വരുമ്പം ഒരു ലെവലില്ലാതെ ട്രേഡ് ചെയ്ത് കളയും. അപ്പോൾ ആ സമയത്ത് ഹെവി ലോസ് ആയി പോകും. കിട്ടിയത് നമ്മൾ 10 ദിവസം അധ്വാനിച്ചത് ഒരു ദിവസം കൊണ്ടൊക്കെ കളയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ നോക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ ശ്രമിക്കുക. റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, ഇത്രയും നല്ല സ്ട്രാറ്റജി വേറെ ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. നല്ല ഒന്നാന്തരമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ട്രേഡിങ് രീതി വെച്ചിട്ട്. പക്ഷേങ്കിൽ അത് ഇമോഷൻ കൺട്രോൾ ചെയ്ത് നിങ്ങളാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. എനിക്ക് പറഞ്ഞു തരാനേ അറിയത്തുള്ളൂ. അത് എനിക്ക് എൻ്റെ ഇത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാനത് അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതൊരു പ്രാക്ടീസ് ചെയ്തും അത് സെറ്റായിട്ട് മാത്രമേ നിങ്ങൾ ഒരു ഹൈ റേഞ്ചിലുള്ള ട്രേഡിങ്ങിലോട്ട് പോകാം. അതുവരെ പ്രാക്ടീസ് ചെയ്ത് ചെറിയ ട്രേഡ് എടുക്കുക. ലോസ് വരുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ട്രേഡ് എടുത്ത് ചെറിയ ട്രേഡ് എടുത്ത് കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 5,000 രൂപ റിസ്ക് പിന്നീട് എടുക്കാവും. ലോസ് റിസ്ക് എടുക്കാവും. ഇപ്പോൾ 2,000 രൂപ ലോസായി പോയെങ്കിൽ ചെറിയ ട്രേഡ് 200-300 റേഞ്ച് പ്രോഫിറ്റ് എടുത്ത് അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒറ്റ എൻട്രിയിൽ 2,000 രൂപ കവർ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ നാളത്തേന് ഷെയർ എടുത്ത് വെച്ചേക്കുന്നത് 15 ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 15 ഷെയറിൽ നല്ല ചാൻസ് വരാൻ സാധ്യതയുള്ള ഷെയറുകൾ നോക്കാൻ നമുക്ക് ആദ്യം ഈ സിപ്ല എന്ന് പറയുന്ന ഷെയർ നാളെ ഈ R1 R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതി നമുക്ക് താഴോട്ട് തരാൻ ചാൻസ് ഉള്ള ഒരു ഷെയറാണ്. അതുപോലെ DYCL നാളെ ഹെവി മൂവ്മെൻറ്റ്
കാണാൻ ചാൻസ് കുറവാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ R1 റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ് DYCL. പക്ഷെങ്കിൽ മാർക്കറ്റ് ടൈമിലത്തെ മൂവ്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഹെവി മൂവ്മെൻറ്റ് ഇപ്പോൾ 5-10 രൂപ പെട്ടെന്ന് ജമ്പ് ചെയ്ത് മുകളിലോട്ട് താഴോട്ടും ട്രേഡിങ് നടക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. ഓക്കെ. അതുപോലെ ഈ ട്രൈ ടർബൈൻ എന്ന് പറയുന്ന ഷെയർ 600 മുകളിൽ പോയിട്ട് ഇറങ്ങുക, 561 റേഞ്ചിന് താഴോട്ട് വരുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ FACT R1 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. MRO ടെക്കും അതുപോലെ ശ്രദ്ധിക്കുക. R1 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസാണ്. ഈ D-Linkഉം JWL ഒന്ന് ശ്രദ്ധിക്കണം. അത് ഒരു പ്രാവശ്യം ലെവൽ പോയിട്ട് ഇറങ്ങി തിരിച്ച് ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറിയാൽ പിന്നെ അതിനകത്ത് എൻട്രി ചെയ്യാതിരിക്കുന്നതാണ് നല്ല. ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ ജൂബിലൻ്റ് ഇൻഗ്രേവ് എന്ന് പറഞ്ഞ ആ ഷെയറും ശ്രദ്ധിക്കുക. അതും എൻ്റെ 585-88 എൻ്റെ ഓൾ ടൈം ഹൈ. ആ റേഞ്ച് കട്ട് ചെയ്ത് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാം. ഈ R1 കട്ട് ചെയ്താൽ ഇറങ്ങും, പക്ഷേങ്കിൽ 5-6 രൂപ കിട്ടിയിട്ട് തിരിച്ച് വീണ്ടും കയറിപ്പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നീട് TBO ടെക് എന്ന് പറയുന്നത് ഇന്ന് ലിസ്റ്റായ ഷെയറാണ്. അപ്പോൾ നാളെ ഈ ഹൈയുടെ ലെവലിൽ പോയിട്ട് താഴെ ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. അതുപോലെ കിർലോസ്കർ ബ്രദേഴ്സ് ഇത് നല്ല റിസൾട്ടാണ്, അതിൻ്റെ ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് ആ ഷെയർ കാണിക്കുന്നത്. നാളെ ഈ 1800 മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. ITIയും R1 റേഞ്ചിൽ നിന്നൊക്കെ പോയി ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സിപ്ല, DYCL, ഫിൻപൈപ്പ് ഈ ആവറേജ് ഒന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ഫിൻകേബിൾ വന്നിട്ട് ഈ R1, R2 റേഞ്ച് എന്നൊക്കെ ഇറങ്ങുന്ന കണ്ട നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ഷെയർസിനകത്തും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇച്ചിരി സൂക്ഷിച്ചെടുക്കേണ്ടത് JWLഉം D-Link ഇന്ത്യ, JWL പ്രത്യേകിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയർസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്ത ഷെയറുകളാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്കൊരു 17 ഷെയർ എടുത്തതിൽ 8-9 ഷെയർ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 4-5 ഷെയർ ഞാൻ കാണിച്ചു തരാം. ടെക്സ് ഇൻഫ്ര എന്ന് പറയുന്ന ഷെയർ ഇതെന്നില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 പോയി തിരിച്ചിറങ്ങി. ഇവിടുന്ന് 111 എന്നത് കറക്റ്റ് 100 രൂപ വരെ 10 രൂപയുടെ പ്രോഫിറ്റ് ഇത് കാണിക്കുന്നുണ്ട്. പെനിൻലാൻഡ് എന്ന് പറയുന്ന ഷെയർ, പെനിൻലാൻഡ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയതിന് ശേഷം ഇറങ്ങി ഇവിടെ ഒരു എൻട്രി കിട്ടുന്നുണ്ട്. ഇവിടെ 71-70 എന്ന 68 വരെ വരുന്നുണ്ട്. ഏകദേശം 3.5 രൂപ പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കയറിപ്പോയി വീണ്ടും തിരിച്ചിറങ്ങി ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത് നല്ല പ്രോഫിറ്റ്, ഏകദേശം 11-12% പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം DP വയർ എന്ന് പറയുന്ന ഷെയർ, DP വയേഴ്സ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി 524 എന്നത് 501 വരെ 22-23 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. ഫിൻപൈപ്പ് ഓപ്പണിങ്ങിൽ ഹൈ R2 അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ഇവിടുന്ന് നോക്കി 323 എന്ന് 303 വരെ വന്നിട്ടുണ്ട്. 20 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. ടാറ്റ മോട്ടേഴ്സ് നോക്കുക. ടാറ്റ മോട്ടേഴ്സ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു R1 പോയി ഇറങ്ങി 970 റേഞ്ച് എൻട്രി എടുത്താൽ നോക്കി 946-45 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. 45 റേഞ്ച് വരെ വരുന്നുണ്ട്. അതായത് 25 രൂപ പ്രോഫിറ്റ് അതും കൊടുക്കുന്നുണ്ട്. പിന്നീട് DYCL നല്ല ചാൻസ് കൊടുക്കുന്നുണ്ട്. DYCL വന്ന് ഇന്നും ചാൻസ് തന്നെ നോക്കി. ഇവിടെ 2-3 പ്രാവശ്യം 608 കട്ട് ചെയ്തിട്ട് 600 വരുന്നുണ്ട്. വീണ്ടും അതിന് മുകളിൽ പോകുന്നുണ്ട്. വീണ്ടും 608 കട്ട് ചെയ്യും, ഇവിടെ താഴെ വരുന്നുണ്ട്. പിന്നെ ഈ റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈ. അവിടെ നിന്ന് അടിച്ചിട്ട് താഴെ വരുമ്പോൾ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഞാൻ 612-11 റേഞ്ചിൽ നിർത്താതെ തന്നെ നമുക്ക് 593 വരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഷെയറുകളും നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. ഇത്രയും ഷെയറേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.